ശാലു വലിയ ഇതിലൊക്കെ വീഡിയോ ചെയ്തിട്ട് വലിയ സങ്കടത്തിലൊക്കെ പറയാനില്ലേ, ഏറ്റവും നമ്പർ 1 കള്ളനും അവന്റെ ചിരിയിലുണ്ട്, അവൻ ശുദ്ധനല്ലെന്നുള്ള. ഞാൻ 5 വീടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. 5 വീട്ടിലും കണ്ട ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി 2 നമ്പർ പുള്ളി അതിന് പറയാറുണ്ട്. അതായത് വീട്ടുകാർക്കുള്ള പൈസ അയച്ചിട്ട് സാധനം വല്ലതും മേടിക്കാനുണ്ടെങ്കിൽ പുള്ളിയുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് വിളിക്കുക, അക്കൗണ്ട് നമ്പറിൽ ഇടാന്ന്. പക്ഷേ പുള്ളിയുടെ അക്കൗണ്ടിൽ വരുന്നത് വലിയ എമൗണ്ടാണ്. അതേ ഷാലു പേരിന്റെ വീഡിയോ മാത്രമേ കാണുള്ളൂ ജനങ്ങൾ. ഈ ഞങ്ങളുടെ നിലവിളികൾ കേൾക്കില്ലേ? ഈ ശാരിക എന്ന് പറയുന്ന പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണീര് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പ്രയാസപ്പെട്ടായിരുന്നാലും ശരി ഈ പണി തീർത്തു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇത് കണ്ടോ, ഏതെങ്കിലും പണി തീർന്നിട്ടുണ്ടോ? മൊത്തത്തിൽ ഞാൻ 5 വീട് ചെയ്തിട്ടുണ്ട്. ഇവിടെ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ 35 വീട് ചെയ്ത് 40 വീട് ചെയ്ത് കൂടി വന്നാൽ 13 വീട് 14 വീട്, അതിൽ കൂടുതൽ ഒരു വീടും ചെയ്തില്ല. അമൃത ചാനലിലെ ശാരിക എന്ന് പറഞ്ഞ കൊച്ചിന് ചെയ്യുന്ന വീടാണ് ഈ വീട്. ശാലു പേയാടെന്ന് പറഞ്ഞ പുള്ളി എന്നെ കൊണ്ടാണ് ഈ വർക്കെല്ലാം ചെയ്യിപ്പിച്ചത്. ഇതിന്റെ പണി മൊത്തത്തിൽ തീർന്നു പറഞ്ഞ് കാണിച്ചായിരുന്നു. പക്ഷെ ഇത് തീർന്നിട്ടില്ല. കാണിച്ചു തരാം, ഇങ്ങോട്ടൊന്ന് നോക്കൂ. ഇത് തീർന്നു പറയുന്നു. അകത്തോട്ട് കയറി നോക്കിയാൽ ഇനിയും കുറച്ചും കൂടെ മനസ്സിലാവും. ഫ്രണ്ട് വാതിൽ പോലും ഇട്ടിട്ടില്ല. ഇതാണ് പുള്ളി തീർന്നെന്ന് പറയുന്ന വീട്. ഇതാണ്, ബാക്കി ബാലൻസ് കിടപ്പുണ്ട്. ഈ വീട്ടിന്റെ തന്നെ വീട് തീർന്നില്ല, കക്കൂസിന്റെ കുഴി തീർന്നില്ല, കക്കൂസിന്റെ ഡോർ ഇട്ടില്ല, ക്ലോസറ്റ് വെച്ചില്ല, പണി തീർന്നു. ഈ നമ്മൾ സ്വർണ്ണങ്ങളാണ് കൊണ്ടുവന്ന് പണയം വെച്ച് ഈ റോൾ ചെയ്ത് പോകുന്നത്. എന്റെ വൈഫിന്റെ ഇതിലാണ്, വൈഫിന്റെ പേരിൽ വെച്ച് എന്റെ പേരിൽ ഇനി വയ്ക്കാൻ ഒക്കാത്തതുകൊണ്ട് വൈഫിന്റെ പേരിൽ വരെ സ്വർണ്ണം പണയം വെച്ചാണ് ചെയ്യുന്നത്. 5 വീടാ ഈ പുള്ളിയുടെ വീട് ഞാൻ ചെയ്തത്. 5 വീട് കൊണ്ട് ഞാൻ നക്ഷത്രക്കാലം എണ്ണി ഭാര്യയെ കെട്ടുകാൽ വരെ പണയം വെക്കേണ്ട അവസ്ഥ വന്നു. ആ രീതിയിൽ നിൽക്കുക. പുള്ളിയുടെ തുടക്കം പോലെയുള്ള സ്റ്റുഡിയോ റോഡിലെ വീട്ടുകാരുടെ വീട് ഞാനാണ് ചെയ്തത്. എനിക്ക് 40,000 പുള്ളി എന്നാണ് ഞാൻ വാർത്തു കൊടുത്തത്. എനിക്ക് അതിനകത്ത് പുള്ളി 5 പൈസ തന്നിട്ടില്ല. 2ാമത്തെ വീട് വട്ടിക്കാവിൽ ചെയ്ത്, വട്ടിക്കാവിലെ വീട് തട്ടുവാർക്ക ഞാനാ പോയത്. നമ്മൾ ശരണ്യയുടെ വീട് വാൽരാമരം ഞാനാ ചെയ്ത. വീഡിയോയിലെല്ലാം കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ശരണ്യയുടെ വീട് ഞാനാ ചെയ്തത്. ഈ ശാരികയുടെ വീട് ഞാനാ ചെയ്തത്. മന്ത്രിക്കുന്നുംപുറത്ത് ഓട്ടിസം ബാധിച്ച കുഞ്ഞിന്റെ വീട് ഞാനാ ചെയ്തത്. പുള്ളിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഇടാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വരും. പുള്ളി ഇവിടെ വന്ന് വീഡിയോ എടുക്കും, പുള്ളി അങ്ങ് പോകും. പിന്നെ അത്രേ ഉള്ളൂ പുള്ളിയുടെ പരിപാടി. ഈ റൂട്ടിലേ വരൂല. വീട് മൊത്തത്തിൽ അങ്ങ് തീർന്നെന്നും പറയും. പൈസ ലാക്കുന്ന എല്ലാം നമ്മളെ. പുള്ളി പറയും ഇടാ. സാധാരണക്കാരായ 1, 2, 5, 10 രൂപ ഇടുന്ന ആ പൈസയാണ് നമ്മളെടുത്ത് ഈ വീട് ഇത്രയും പണി ചെയ്യുന്നത്. ഇതിൽ പുള്ളി പറയണ പുള്ളിയുടെ കയ്യിൽ നിന്ന് പുള്ളിയുടെ പോക്കറ്റിൽ നിന്നാണ് വന്നതാണ്. പുള്ളി പറയുന്ന കാര്യം അതാണ്. സത്യസന്ധനായിട്ട് പറയണമെങ്കിൽ പുള്ളി അതിൽ 1 രൂപയും പുള്ളിയുടെ കയ്യിൽ നിന്ന് വരുന്നേ അല്ല. ഈ എന്നെ പോലെയുള്ള പാവങ്ങളെ വഞ്ചിച്ച് അവൻ സമ്പാദിക്കുന്നുണ്ട്, ജനങ്ങളെ ഇന്നും പിരിവെടുക്കുന്നുണ്ട്. ഇതിനേക്കാളും അവൻ തെണ്ടാൻ പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ പൈസ ഇനി ആര് തരും? ഈ വയസ്സായ കാലത്ത് എനിക്ക് ചിലവില്ലേ? എനിക്ക് മക്കളും ഭാര്യയും എല്ലാവരും ഉള്ളതാണ്. ഈ മനുഷ്യന്റെ മണ്ടയിൽ ഇതെല്ലാം കൂടെ കൊണ്ട് കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ എന്നെ ഇവിടുന്ന് എടുത്തു തരും. ഇത് ജനങ്ങൾ അറിയുന്നില്ലേ? ഞാനാണ് എല്ലാം ചെയ്തത്. പക്ഷെ ചെയ്തിട്ട് ഈ ഷാലു പറയണത് ഷാലുവിന്റെ പൈസ കൊടുത്താണ് ചെയ്യണതെന്ന്. ഷാലു ഒന്നും ചെയ്യുന്നില്ല. 1, 2 വീഡിയോ ഇപ്പൊ ശാരികയുടെ എമൗണ്ട് എനിക്ക് തന്നത് 4,03,000 രൂപ തന്നിട്ടുള്ളൂ. ഈ പുള്ളി വലിയ വെണ്ടക്കേശ്വരത്തിൽ എല്ലാവരും എടുത്ത് തള്ളി മറിക്കുന്നുണ്ട്. സൈറ്റിൽ വന്ന് കണ്ടാൽ മാത്രമേ ഓരോരുത്തരും മനസ്സിലാവത്തുള്ളൂ. വീടെല്ലാം പൂർത്തിയാക്കുന്നത് ഞങ്ങളായിരിക്കും, പക്ഷെ കാണിക്കുന്ന വേറൊരാളായിരിക്കും. ഈ വർക്കെല്ലാം ചെയ്തിട്ടിരിക്കണ ഞാൻ. ഈ വർക്ക് ഇനി ഇതിനകത്ത് ഒത്തിരി വർക്കുണ്ട്. ഇതെല്ലാം സുരേഷ് ഗോപി പോലും വന്ന് അദ്ദേഹത്തിന് അവാർഡ് കൊടുത്ത്. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി അടക്കം ഇദ്ദേഹത്തിന്റെ തനി സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ അവാർഡല്ല കൊടുക്കുന്ന, ഇദ്ദേഹത്തിന്റെ ചെവിക്കല്ലേ അടിച്ചു പൊട്ടിക്കും. അതാണ്ട് ഈ കാണുന്ന പുള്ളി എൻ്റെ ഒരു 16 വർഷം കൊണ്ട് നിൽക്കുന്ന പുള്ളിയാണ്. ഈ പുള്ളിനെയാണ് അമൃത ചാനലിൽ ഈ പുള്ളി എടുത്തു പറയുന്നുണ്ട്. ഈ പുള്ളി 4 മണിക്ക് എണിച്ച് വെള്ളം കോരും, 12 മണിക്ക് എണിച്ച് വെള്ളം കോരും, വെള്ളം വരെ ഒഴിക്കുന്നു. ഈ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് ഇന്ന് വരെ മറ്റൊരാളുടെ പണിക്ക് പോയിട്ടില്ല. ഈ പുള്ളിയാണ് ആ ചാനലിൽ പറയുന്ന. ഈ പുള്ളിയുടെ വീട്ടിൽ പോയി രാവിലെ 4 മണിക്ക് ഇന്ന് എവിടെയാണ് പണിയെന്ന് ചോദിക്കുമെന്ന്. പിന്നെ ഇതിനിടയ്ക്ക് PR വർക്കാണ് മൊത്തത്തിൽ പുള്ളി ഇറക്കുന്നത്. പുള്ളിയുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വന്ന് കണ്ടാലേ ഇതെല്ലാം മനസ്സിലാവത്തുള്ളൂ. മൊത്തം സ്റ്റേറ്റ്മെന്റ് അടക്കം എൻ്റെ ഇരിക്കുക. ഷാലു തന്നെ സ്റ്റേറ്റ്മെന്റ് അടക്കം ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാൻ തയ്യാറാണ്. എനിക്ക് 5 വീട്ടിന്റെ വർക്ക് തന്നിട്ടുണ്ട്. 5 വീട്ടിന് ഞാൻ അക്കൗണ്ടിലാണ് ക്യാഷ് മേടിച്ചിട്ടുള്ളത്. ഒരു 1000 രൂപ ക്യാഷ് ഞാൻ ഷാലുവിൻ്റെ ഒന്നും മേടിച്ചില്ല, ഇവരെയൊന്നും മേടിച്ചില്ല. എൻ്റെ അക്കൗണ്ട് മുതലേ ഞാൻ ചെയ്യത്തുള്ളൂ. GST അടയ്ക്കുന്നുണ്ട്, അതിൽ റിട്ടേൺ ടാക്സ് ഫയൽ ചെയ്യുന്നുണ്ട്, മാസം കണക്ക് വെരിഫൈ ചെയ്തു പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളുള്ള ഞാൻ ലിമിറ്റഡ് കൺസൾട്ടൻ കമ്പനിയാണ് എൻ്റെത്. എൻ്റെ പഠിപ്പിലെ കൺസൾട്ടൻ എന്നുള്ള ആ യൂട്യൂബിൽ കയറി നോക്കിയാൽ നിങ്ങൾക്കറിയാം. എൻ്റെ തുടക്കം പോലെയുള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ആരെയൊന്നും 10 രൂപ ചതിക്കാനോ 10 രൂപ പറ്റിക്കാനോ പോണല്ല. ഇത് പറയേണ്ട അവസ്ഥ വന്നു. നമ്മൾ കഷ്ടപ്പെടുന്നവരെ ഒരിക്കലും ആരും മുന്നിൽ കൊണ്ടുവരാൻ നോക്കത്തില്ല. ഞാനൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. എൻ്റെ വീട് കാണുമ്പോൾ ഗൾഫിൽ നിന്ന് ഇവിടുന്ന് പുള്ളിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കും, ഇത് ആരാ ഇതിന്റെ സൃഷ്ടിതാവെന്ന് ചോദിക്കുമ്പോൾ പുള്ളി എടുത്ത വാക്കിലെ പുള്ളി അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. എൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ചെങ്ങന്നൂര്, തിരുവനന്തപുരം മൊത്തം ഞാൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ ഒരുപാട് ബിൽഡിങ്ങുകൾ ഞാൻ ചെയ്യുന്നതാണ്. എൻ്റെ ഒരു നാടൻ ഡിസൈനിൽ ഞാൻ കൊണ്ടുവരുന്ന വീടുകളാണ്. എൻ്റെ വീടുകളെല്ലാം കാണിക്കുമ്പോൾ അറിയാം.
ഒരേ മോഡൽ, ചിലപ്പോൾ വേറെ വേറെ മാറി കൂര, അതിൽ ഡിസൈന്, കിണർ. ഞാൻ കുറച്ച് ആർട്ട് വർക്കൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ ഈ തട്ടത്തുവല് ചെയ്ത വിഷ്ണു എന്ന് പറഞ്ഞാൽ അത് അവന്റെ PR വർക്കാണ്. ഈ സുഭാഷ് പടിപ്പുരയിൽ എന്ന് പറഞ്ഞാൽ ഏത് വീടാണ് ചെയ്തത് നിങ്ങൾ അന്വേഷിക്കണം. എല്ലാ വീട്ടിലും ഈ വിഷ്ണു എന്ന് പറഞ്ഞ ആൾ വിളിച്ച് എന്റെ ഉടായ്പ പണിയാണെന്ന്. ആ പുള്ളിയുടെ വീഡിയോ ഞാൻ ഇട്ട് തരാം. അവൻ ഈ തട്ടത്തുമല എന്ന് പറഞ്ഞ ഒരു വീഡിയോ അവൻ ചെയ്തിട്ടുണ്ട്. ഞാൻ 3 ദിവസം കഴിഞ്ഞ് അവിടെ ചെന്ന് ഞാൻ ആ കോൺക്രീറ്റ് കൈകൊണ്ട് കുത്തിപ്പൊളിച്ചത് എന്റെ വീഡിയോ അടക്കമുണ്ട്. ഞാൻ ആ വീട്ടിൽ പോയി ഞാൻ ചെയ്തു നോക്കിയതാ. 36 വീട് 37 വീട് ചെയ്തെന്ന് പറയുന്നത്. നിതീഷ് MLA കൊണ്ടൊരു വീട് ചെയ്ത്, തിരുവഞ്ചൂരിനെ കൊണ്ടൊരു വീട്, അവരെ കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ചു. ഇതൊക്കെ ചെയ്ത വീടുകളെല്ലാം ഞങ്ങൾക്ക് അറിയാന്നുള്ളതാണ്. ഞാൻ കളിയിക്കട മുതൽ പാലക്കാട് വരെ ഞാൻ പണി ചെയ്തിട്ടുണ്ട്. എന്റെ പടിപ്പുര കൺസൾട്ടന്റ് എന്നുള്ള കമ്പനി ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഈ കമ്പനിയെ പറ്റി അറിയാം. ആരെയും ദ്രോഹിക്കാൻ ഇന്ന് വരെയും പോയിട്ടില്ല. എനിക്കൊരാൾ ദാനം തന്ന കാര്യമാണ്. ഇന്ന് വരെ ആയിട്ട് ഈ കമ്പനിയുടെ പേരിൽ ഒരു കംപ്ലൈന്റോ ഒരു രീതിയോ ഒന്നും വന്നിട്ടില്ല. ഈ ഷാരിപ്പയോട് പറയും കണക്ക് എനിക്ക് 5 ലക്ഷം രൂപയുടെ കടവുണ്ട്, 6 ലക്ഷം രൂപ കടവുണ്ട്, ജനങ്ങൾ തരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തന്നാണ് ഞാൻ ആ വീട്, ഞാൻ എല്ലായിടത്തും ഞാൻ വീടുകൾ ചെയ്തിട്ടുള്ളത്. തിരിച്ച് മിക്കത് എന്റെ കയ്യിൽ നിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിനകത്തൊരു 13 ലക്ഷം രൂപ ഈ വീട്ടിനകത്ത് എന്റെ ഇത് ചെലവായിട്ടുണ്ട്. ഈ ഷാലിപ്പയ്യാടെന്ന് പറഞ്ഞ വ്യക്തി ആകെ മൊത്തം തന്നിട്ടുള്ളത് ഈ 4,03,000 രൂപ ചാനൽ ഉൾപ്പെടെ തന്നതാ. എന്നിട്ട് ഈ ഷാലിപ്പയ്യാട് ഈ വീട് 4,03,000 രൂപയ്ക്ക് തീരുമോ? നിങ്ങൾക്ക് എന്നെ ചിന്തിക്കാന്നുള്ളൂ. ഇത് ഈ വീട്ടിന് 860 സ്ക്വയർ ഫീറ്റ് വീടാണിത്. ഈ 860 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് എങ്ങനെ തീരും? ഇതിന്റെ ഡിസൈൻ തന്നെ നോക്കണം. ഈ കിണർ മുതൽ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇത്രയും വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പുള്ളി പറഞ്ഞതിൽ ഒരു ന്യായവും ഇല്ല. നിങ്ങൾ വന്ന് ഈ വീടെന്ന് പറഞ്ഞ ഈ സാധനം വന്ന് കണ്ടറിയണം. എന്നിട്ട് ബാക്കി ശാലു ചെയ്തു കൊടുക്കുന്ന വീടും കൂടെ പോയി നോക്കണം. നോക്കിയിട്ട് നിങ്ങളെല്ലാം തീരുമാനിക്കണം. കാരണം ഇത് സങ്കടം കൊണ്ട് പറയണം. ഒരു മനുഷ്യന്റെ അവസ്ഥ ഇതേ കണക്ക് ആർക്കും ഒരു അവസ്ഥ വരല്ലേ. മെക്കാടായിരുന്നു, മെക്കാട് മേശരിയായി, ഇലക്ട്രിക്കൽ പ്ലംബിങ്, ഇനി ചെയ്യാത്തൊരു വർക്കും ഇല്ല. ഞാൻ ഈ കൺസ്ട്രക്ഷൻ പരിപാടിക്കകത്ത് എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്ത് പഠിച്ച് വന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഈ അവസ്ഥ മറ്റൊരുത്തിന് വരരുത്. കാരണം പുള്ളി 1000 രൂപ തന്നിട്ട് പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ 2000 രൂപ തന്നേറ്റ എല്ലാം സ്റ്റേറ്റ്മെന്റ് ഇട്ട് കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ്. ആ ചെയ്ത വീഡിയോയിൽ ഏതെങ്കിലും ഫുള്ള് തീർത്തെന്നുള്ള എൻ്റെ മുമ്പ് കാണിച്ചു തന്നാൽ ഞാൻ ഈ വർക്ക് നിർത്താൻ തയ്യാറാണ്. ഇപ്പൊ ഞാൻ കുറച്ചും കൂടെ ഫണ്ട് വേറെ അടുത്ത് കണ്ടെത്തി ഞാൻ സ്വർണ്ണങ്ങളെല്ലാം അതും തിരിച്ചും മറിച്ചും വെച്ച് വേറെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ കുറേശ്ശെ കിട്ടുന്ന കൊണ്ടൊന്നാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഇടുന്നത്. ഇവിടെ ഏകദേശം പുള്ളി എനിക്ക് തന്നിട്ടുള്ളത് 4,03,000 രൂപ ഈ വീട്ടിൽ തന്നിട്ടുള്ളത്. എല്ലാം പുള്ളി പറഞ്ഞ് 2 ലക്ഷം 2.5 ലക്ഷം 3 ലക്ഷം രൂപ കയറ്റിയാ പറയുന്നത്. ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസയാണ് കൊണ്ട് വീട് ചെയ്യുന്നത്. ആ ജനങ്ങൾക്കാണ് അതിന്റെ പ്രോത്സാഹനം കിട്ടേണ്ടത്. ഞാൻ ഈ പിള്ളേർ 16 വർഷത്തെ ബന്ധമുണ്ട്. 9 മാസം കൊണ്ട് ചെയ്യാണ്ട് ഈ പുള്ളിക്ക് ഞാൻ ഒരു 90,000 രൂപയ്ക്ക് അടുപ്പിച്ച് ഇതിനകത്ത് ശമ്പളം കൊടുക്കാനുണ്ട്. ഇതുവരെയുള്ള പണിയിൽ എനിക്ക് ഒരു 85,000 രൂപയോളം തരാനുണ്ട്. ഈ സുഭാഷ് എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് ഒരു നിവർത്തിയില്ല. കാര്യം ഈ ഷാലുപ്പേയാടോ പൈസ മറിക്കുകയും പിരിവെടുക്കുകയും എല്ലാം ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ സ്വയം ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതല്ലാതെ കണ്ട് 1 രൂപ പോലും ഈ സുഭാഷിന് കൊടുക്കുകയോ ഈ നിൽക്കുന്ന ജോലിക്കാർക്ക് കൊടുക്കുകയോ ചെയ്യുന്നില്ല. എന്നിട്ട് വീഡിയോ കോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 4 ലക്ഷം കടം, 6 ലക്ഷം കടം, 10 ലക്ഷം കടം, ഞാൻ 16 ലക്ഷത്തിനാണ് വീട് വെച്ച് കൊടുത്തത് എന്നും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ആൾക്കാരെ നിന്ന് പിരിവെടുക്കുന്നുണ്ട്. ഇതെല്ലാം ജനങ്ങളെ വഞ്ചിക്കുക ചെയ്യുന്നത്. സാധുക്കളായ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഈ ഷാലുപ്പയാടെന്ന് പറയുന്ന വ്യക്തി. ഓണത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഹിറ്റ് സംഭാവന അത് എല്ലാം തരാമെന്ന്, ബോണസ് തരാം എല്ലാം പറഞ്ഞു ഈ ഷാലുപ്പയാടെന്ന് പറയുന്ന വ്യക്തി. കിറ്റും കിട്ടിയില്ല, ബോണസും കിട്ടിയില്ല, ഉള്ള ശമ്പളം പോലും തന്നില്ല. ഇത് കണ്ടോ, എന്നാണ് ഇത് കൂട്ടി എഴുതുന്നത്. ഈ നിൽക്കുന്ന സുഭാഷ് എന്ന് പറയുന്ന ആൾ കടം മറിച്ച് 9,000 രൂപ എനിക്ക് തന്നു. പുള്ളിയുടെ 8 മാസം കൊണ്ട് ഞങ്ങൾ വർക്ക് ചെയ്യുക. ഇവിടെ വഴിയോലും ഇല്ല. ഇതേ കണക്ക് ഇത്രയും ഹൈറ്റായിട്ട് കിടക്കുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ലോഡ് ചുമ്മിക്കൊണ്ടാണ് വരണത്. ഇത് എടുത്ത് ലോഡ് തലയിൽ വെച്ച് കൊണ്ട് ഇത്രയും ദൂരെ നിന്ന് ഞങ്ങൾ വരുന്നത്. നമ്മുടെ റോഡൊക്കെ ഇതാക്കി എല്ലാം ചെയ്തു. ഇതിനെ ആ ഉമ്മയുടെ വീട് ചെയ്തുകൊണ്ട് 8 ലക്ഷം രൂപയ്ക്കകത്ത് കടമുണ്ടെന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥവും ഇല്ല. 2,28,000 രൂപയാണ് എനിക്ക് ആ ഉമ്മയുടെ സൈറ്റിൽ എന്റെ കറക്റ്റ് എന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാ മൊത്തം സ്റ്റേറ്റ്മെന്റ് അടക്കം എന്റെ ഇരിക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു 80-85 രൂപയോളം വരും. എല്ലാ ഗൾഫ് മലയാളികളും മറ്റ് രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇടുന്നത് പുള്ളിയുടെ അക്കൗണ്ടിലാണ്. കാരണം എനിക്കത് കറക്റ്റ് അറിയാന്നുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ പുള്ളി എനിക്കൊരു 5 പാക്കറ്റ് സിമെന്റ് ഇന്നൊരു 5 പാക്കറ്റ് സിമെന്റിന് ഞാൻ പൈസ മറ്റേ പുള്ളി അക്കൗണ്ടിൽ അയച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കറിയാം പുള്ളിക്ക് വലിയ എമൗണ്ട് വന്നിട്ടാണ് പുള്ളി 5 പാക്കറ്റ് സിമെന്റ് കണക്കുന്ന ആ ഉമ്മയുടെ സൈറ്റ് ഫസ്റ്റ് തുടങ്ങുമ്പോൾ പുള്ളി വലിയ ഇതിലൊക്കെ പറഞ്ഞു ചുരക്ക തിന്ന പയ്യനാണെന്നൊക്കെ പറഞ്ഞു. ഞാനാണ് ആ വീഡിയോ ആദ്യം കണ്ടിട്ട് ഞാൻ അവിടെ ചെല്ലുന്നത്. ഞാൻ ചെന്ന ശേഷമാണ് ഷാലുഭായി വിളിച്ചു വരുത്തുന്നത്. ആ ചുരക്ക തിന്ന് പറയുമ്പോൾ ചുമ്മാ പറയുന്നതാ. ചുരക്കാൻ നിന്നില്ല ഒന്നുമില്ല. ആ കൊച്ചിന്റെ ചോറ് ഇച്ചിരി പഴകിയ ഒരു ചോറായിരുന്നു. ആ വീഡിയോ എൻ്റെ കയ്യിൽ ഇന്നും കിടപ്പുണ്ട്. അത് ഞാൻ വരുന്ന വീഡിയോയിൽ ഞാൻ ഇടുന്നതാണ്. അതൊക്കെ ആ വീട്ടുകാർക്ക് 1000 രൂപ വരും പുള്ളിയുടെ അക്കൗണ്ടിൽ വരുന്ന വൻ തുകകളാണ്. പുള്ളി ഏത് അക്കൗണ്ടെന്ന് അറിയത്തില്ല. എല്ലാ അക്കൗണ്ടുകളും
പുള്ളി ഓരോരോ കാര്യങ്ങൾക്കത് യൂസ് ചെയ്യാറുണ്ട്. കാരണം പുള്ളി പറയണതെന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് വീഡിയോ അങ്ങ് ഭയങ്കര ഇതിലാണ്. ഒരു 10 വീഡിയോ കിട്ടിയെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് 10 വീടൊന്നും വെക്കാക്കത്തില്ല. ഈ വീട്ടിന്റെ പണി പുള്ളി വിചാരിക്കണക്ക് പണി തീരും. ശാലിപ്പയാട് എല്ലാ ഈ വീഡിയോ ചെയ്യുമ്പോഴും ആ വീഡിയോയിലെല്ലാം പൈസ വരാറുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം പാർട്ടിയുടെ അക്കൗണ്ട് നമ്പറാണ് കൊടുക്കുന്നത്, പാർട്ടിയുടെ നമ്പറാണ് കൊടുക്കുന്നത്, പാർട്ടിക്ക് വിളിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ അതിന് മേലെ ശാലിപ്പയാന്റെ ഒരു നമ്പറും കൂടെ വയ്ക്കാറുണ്ട്. പക്ഷെ ആ അക്കൗണ്ടിൽ വരുന്ന 1000 രൂപ പോലും വരത്തില്ല ആ അക്കൗണ്ടിൽ. ഞാൻ ചോദിക്കുന്ന ഒറ്റ പോയിന്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ശാലിപ്പയാന്റെ അക്കൗണ്ടിൽ പറഞ്ഞാൽ വലിയ എമൗണ്ടല്ല. കാരണം എല്ലാ വിദേശ മലയാളികളും ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം അയക്കുന്ന ശാലിപ്പയാന്റെ അക്കൗണ്ടിലാണ്. ഇവരെ കയ്യിൽ, അതായത് ഈ വീഡിയോ എടുത്ത് അതിലോട്ട് ഇടുമ്പോൾ കിട്ടുന്ന ആ പാർട്ടിയെ വരുന്ന പൈസയാണ് ഈ 2-3 ലക്ഷം രൂപ. ശാരികയുടെ വീഡിയോ കണ്ടത് 2 മില്യനാണ് മാക്സിമം ഉള്ളവർ ഇടാറുണ്ട്. പക്ഷെ എനിക്ക് തന്നിരിക്കുന്ന അമൗണ്ട്, ഈ ശാരിക തന്നിരിക്കുന്ന അമൗണ്ട് എനിക്ക് 3,03,000 രൂപയാണ് എനിക്ക് തന്നിട്ടുള്ളത്. 1 ലക്ഷം രൂപ ഒരു ചാനലുകാരാണ് തന്നിട്ടുള്ളത്. അങ്ങനെ എനിക്ക് 4,03,000 രൂപ എനിക്ക് തന്നിട്ടുള്ളൂ. ഈ കാണുന്ന വീട് ഞാൻ ചെയ്തു വെച്ചിരിക്കണ ഈ പൈസയിൽ തീരുമോ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം ഒരു നുള്ളു പണി വിടാത്ത രീതിയിൽ ചെയ്യും. കാരണം ഞാൻ വർക്ക് പഠിച്ചു വന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു ആളിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആളല്ല, ഞാൻ നിന്ന് പണിയുന്ന ആളാണ്. എനിക്ക് എല്ലാ വർക്കും അറിയാം, നിന്ന് ഞാൻ വർക്ക് ചെയ്യും. പക്ഷെ എത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ടും ഈ ശാലിപ്പയാട് എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ കൂടെ ചോദിച്ചൊരു പോയിന്റ് ഉണ്ട്, ഞാൻ ഊറ്റാനാണോ ശ്രമിക്കുന്നതെന്ന്. ഈ ബിൽഡിങ്ങുകൾ ഇത്രയും 4,03,000 രൂപയ്ക്ക് തീരുമോ? ഞാൻ ആ ഉമ്മയുടെ വീട് ശാലിപ്പയാട് അടിച്ചിട്ട് പോയ വീഡിയോ, ഇപ്പൊ 4 ലക്ഷം രൂപ കടമെന്ന് പറയുന്ന വീഡിയോ, അതിൽ 1 രൂപയും കടയില്ല. കാരണം ഞാനാണ് അത് വാർത്തിട്ട് കൊടുത്തത്, ഞാനാണ് അതിന്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. ആ ബിൽഡിംഗ് ഞാൻ അതിന്റെ തറ ബേസ്മെന്റ് ഞാൻ ചെയ്യുന്നത് കരിങ്കല്ലിലല്ല, കോളം ബീമിലാണ് ചെയ്യുന്നത്. ഞാൻ ഫില്ലർ അടിച്ചാൽ ഞാൻ ചെയ്യണത്. ഒരിക്കലും ഒരു വീട്ടിന്റെയും കരിങ്കല്ല് ചെയ്ത് ഒരു കാര്യവും ഞാൻ ഒരു വീട്ടിലും ചെയ്തിട്ടില്ല. 5 വീട് ശാലിബായി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ 5 വീടും ഞാൻ ചെയ്തിരിക്കുന്നത് കോളം ബീമില. പക്ഷെ ഒരിക്കലും ഞാൻ കള്ളം ചെയ്തിട്ടില്ല. ഇതെങ്ങനെ ചെയ്തു? പക്ഷെ എൻ്റെ കഷ്ടപ്പാട്, എൻ്റെ ജോലിക്കാർ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു 14 വർഷം 13 വർഷമൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്ന ജോലിക്കാരാണ്. ഇത്രയും വർഷം കൊണ്ട് കൂടെ നിൽക്കുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും അവരെൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നും ഈ ശാരികയുടെ കാര്യം പറഞ്ഞാൽ ശാരികയുടെ കണ്ണുനീരിൻ്റെ ഒറ്റ ഇതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ വേണ്ടെന്ന് വെച്ച് പറഞ്ഞിരുന്നു. എല്ലായിടത്തും ശാലുവിൻ ലാസ്റ്റ് ആകുമ്പോൾ ഒരു 90% വർക്ക് തീർന്നു വരുമ്പോൾ ശാലു ഉടനെ തന്നെ ഏതെങ്കിലും സ്പോൺസർമാർ വരുമെന്ന് പറയും. ചുമ്മാ ഈ സ്പോൺസർമാരെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് തന്നെ ഇച്ചിരി ചെലവാക്കിയിട്ട് പുള്ളി വലിയ അയപ്പെടുത്ത് കൊടുക്കും. ഈ ഉമ്മയെന്ന് പറഞ്ഞ വീട്, ഈ മന്ത്രിക്കൊന്നും പുറത്തെ വീട്, ഇതിന് മുമ്പേ ഒരു വീട് പാലിയാച്ച് കാണിച്ചിട്ടുണ്ട്. ആ വീട്ടിലോട്ട് ഈ പറയുന്ന ജനങ്ങൾ ഒരു 10 പേര് കൂടി ആ വീടൊന്ന് പോയി സന്ദർശിക്കണം. അപ്പോഴറിയാം ഈ ശാലിപ്പയാട് ആരാണെന്ന്. ഏതെങ്കിലും ഒരു വീട്ടിന്റെ ഫ്രണ്ടും ബാക്കും ശാലിപ്പയാട് വീഡിയോ ഇട്ടിട്ടുണ്ടോ? ഈ വീട്ടിന്റെ ഒരു മൂലയാണ് കാണിച്ചത്. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ 1-2 വീഡിയോയിൽ എന്നെ കാണും. ഞാൻ അത്രയും കിടന്ന് കഷ്ടപ്പെട്ട് നിൽക്കുന്ന രംഗങ്ങൾ. അതായത് ഫസ്റ്റ് വീഡിയോയിൽ ഈ ശാലിപ്പയാട് വീട്ടിനകത്ത് കിടന്ന് ഉറങ്ങിയപ്പോൾ ഈ പഠിപ്പില കൺസൾട്ടൻ എന്ന് പറഞ്ഞ കൺസൾട്ടൻ കമ്പനിക്കാരാ പോയി വിളിച്ചിറക്കി, അതായത് ഞങ്ങൾ കൊണ്ടുവന്നത്. ഇത്രയും മാത്രമേ ഇത് പ്രോത്സാഹനം വന്നത് ഞങ്ങളിൽ നിന്നാണ്. പക്ഷെ എന്നെ ഇപ്പൊ പുറത്താക്കിയിട്ട് ഈ പണി അങ്ങോട്ട് തീർന്നു വരുമ്പോൾ ഒരു PR വർക്കുകളുണ്ട്. ശാലിപ്പയാട് എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. പുള്ളി എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അണ്ണാ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഒരു 5-6 പയ്യന്മാരെ വിട്ടുതരാം എന്നൊക്കെയാണ് പുള്ളിയുടെ പറച്ചില്. കാരണം പുള്ളി എൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നാളെ ഞാൻ ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. ഞാൻ പുള്ളിയോട് എപ്പോഴും 24 മണിക്കൂർ സഞ്ചരിക്കുന്ന ആൾക്കാർ ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ഒരു വെമ്പായത്തൊരു പുട്ടുകടയിൽ പോയി ഞങ്ങൾ പുട്ട് കഴിക്കായിരുന്നു. അതാണ് ഞാൻ വിശ്വസിക്കാൻ കാര്യം. പുട്ടുകടയിൽ പോയി പുട്ട് കഴിക്കായിരുന്നപ്പോൾ ഒരു 10-20 പേര് പുള്ളിയുടെ കൂടെ കൂടെ ആളുണ്ടെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം പുള്ളി ബാക്കിൽ ഒരു ഫീൽഡ് ഉള്ളവരാണ്, പുള്ളി ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ നല്ല ചമഞ്ഞ് നടക്കണത്. പുള്ളി ചിരിക്കാത്ത നിങ്ങൾ ശ്രദ്ധിക്കുന്നവര് ആ ചിരി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആ ചിരി ശ്രദ്ധിച്ചറിയാം, ശുദ്ധനും നല്ലവനെ അഴിക്കവനെ എല്ലാം ആ ചിരിക്കകത്ത് അളന്ന് വെച്ചിട്ടുണ്ട്. പുള്ളി ഏറ്റവും കൂടെ ആത്മാർത്ഥമായിരുന്നു. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, ഒരു ദിവസം കൊണ്ടൊരു 1000 സ്ക്വയർ ഫീറ്റിന്റെ ഡെന്റിൽ മട്ടം വരെ കെട്ടിച്ചവനാണ് ഞാൻ എൻ്റെ വർക്കേഴ്സിനെ കൊണ്ട്. അത് പുള്ളി വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂടി വന്നാൽ പുള്ളി ഇപ്പോൾ ഒരു എങ്ങനെ പോയാലും ഞാൻ ഏത് വീട് വേണം എടുത്തരാം, ഒരു 13-14 വീട്, അതിനപ്പുറം പുള്ളി കടന്നിട്ടില്ല. പുള്ളി പറഞ്ഞ 35 വീട് ചെയ്തു, 33 ചെയ്തത്. ആ വീട്ടിന്റെ ഫോട്ടോ പുള്ളി ഡയറക്റ്റ് എടുത്ത് കാണിക്കാൻ വേണം. പുള്ളിയുടെ വീട് മൊത്തം എനിക്കറിയാമെന്നുള്ളതാണ്. എവിടെയൊക്കെ എന്ത് ചെയ്യണോ അതാത് കാര്യങ്ങളെല്ലാം എനിക്കറിയാമെന്നുള്ളതാണ്. പുള്ളി പറഞ്ഞെന്ന് ഞാൻ അവിടെ പോയി വീഡിയോ 10 വീഡിയോ കൊണ്ട് എത്ര വീഡിയോ ചെയ്യാൻ വെക്കും? 10 വീഡിയോ കൊണ്ട് കൂടിയ പുള്ളിയുടെ ലൈറ്റർ കൊടുക്കണം, എഡിറ്റർ കൊടുക്കണം, അതിന് കൊടുക്കണം, എല്ലാത്തിനും പൈസ കൊടുക്കണ്ടേ?
ഈ കൊടുത്തിട്ട് നമുക്ക് എത്ര രൂപ വരും പുള്ളി? മൊത്തം പച്ച കള്ളമാണെന്ന് പുള്ളി വിചാരിക്കണമെന്ന് കഴിഞ്ഞാൽ പുള്ളിയാണ് ഈ ലോകത്ത് ബുദ്ധിമാനും കാര്യങ്ങൾ. ഒരു കാര്യം ചെയ്യുന്നതിന് പുള്ളി 100 വട്ടം ആലോചിച്ച ഒരു കാര്യം ചെയ്യത്തുള്ളൂ. ഒരു കള്ളം ചെയ്യാൻ പോണെങ്കിലും പുള്ളി അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ 2 ദിവസം മുമ്പേ പുള്ളിയുടെ വിളിച്ച് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ റെക്കോർഡ് സഹിതം എൻ്റെ കിടപ്പുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ പുള്ളിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ, ഓ പിന്നെ തന്നെ പുള്ളി നമ്മളൊരു കളിയാക്കും കണക്ക്. അപ്പൊ അങ്ങനെ ഉള്ളവൻ്റെ കൂടെ നമ്മൾ എങ്ങനെ സംസാരിക്കും? ഈ കാര്യങ്ങൾ എങ്ങനെ പറയും? പുള്ളിക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ കുറച്ച് സിമ്പതികളാണ്. പുള്ളിക്ക് ഇത് എങ്ങനെയെങ്കിലും നമ്മളെ എങ്ങനെയെങ്കിലും കാണിച്ച് പുള്ളിക്ക് കുറച്ച് ഹൈപ്പ് കിട്ടണം. കുറച്ച് യൂട്യൂബേഴ്സ് ഇത് കുറച്ച് മേലോട്ട് വരണം. കുറച്ച് യൂട്യൂബർമാരുണ്ട്, ഇവരൊക്കെ ഇവിടെ വന്ന് കണ്ടു നോക്കണം, നമ്മളിടക്ക് സംസാരിക്കണം. ഈ പുള്ളിയെ പറ്റി പൊക്കി പറഞ്ഞ യൂട്യൂബർമാർ അവർ വന്ന് നമ്മുടെ അടുത്ത് ഒരു വാക്ക് ചോദിക്കണം, അല്ലെങ്കിൽ വീടൊന്ന് കണ്ടു നോക്കട്ടെ, എന്നിട്ട് അവരുടെ പൊക്കി പറയാൻ പറ. പൊക്കി പറഞ്ഞാലും മാന്യത ഉണ്ട് അതിനകത്ത്. ഈ എമാര് അങ്ങ് ശാലു അങ്ങ് ഭയങ്കര പൊങ്ങിയിരിക്കണം. ശാലു പോയി എവിടെ പൊങ്ങിയിരിക്കണം? ശാലു കൂടി ഒരു വീഡിയോ ചെയ്യും, 2 വീഡിയോ, അതായത് ഒരു വീഡിയോ ചെയ്ത് അങ്ങ് പോകും. അത് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന മേശന്മാരും അവിടെ നിൽക്കുന്ന വർക്കേഴ്സാണ് ഈ വർക്ക് കൊണ്ടുപോകുന്നത്. അല്ല ശാലു എന്ന് പറഞ്ഞ വ്യക്തി പിന്നെ അവിടെ വരുന്നില്ല. പിന്നെ വരുന്ന അടുത്തൊരു വീഡിയോയ്ക്കാ, പിന്നെ വരുന്ന ലാസ്റ്റ് പാലിയാച്ചനാ. ഈ 3 പ്രാവശ്യം ഈ വണ്ടി പിക്കപ്പ് ഒക്കെയാണ് ഞാൻ കൊണ്ടുവരണത്. ഇത്രയും ദൂരെ ഒരാഴ്ച 2ഉം 3ഉം ട്രിപ്പ് ഞാൻ ഈ സൈറ്റിൽ കിടന്ന് ചെയ്യും. ഈ വാൽരാമൂർ ശരണ്യർ സൈറ്റ്, അവിടെ ആ വെള്ളത്തിൽ കിടന്ന് ഞങ്ങൾ പണിഞ്ഞു. ആ വെള്ളത്തിൽ ആ വീഡിയോ ഒക്കെ എൻ്റെ ഈ പഠിക്കണമെന്ന് ഞാൻ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം. 3 മണിവരെയൊക്കെ ഞങ്ങളവിടെ രാത്രി പണിയും. ഈ പുള്ളിയൊക്കെ ഒരു വാക്ക് ഒരു വെള്ളം വേണോ അണ്ണാന്ന് പോലും വിളിച്ചു ചോദിക്കത്തില്ല. മേലെ തട്ടിന്ന് കുറച്ച് വീഡിയോ മേലെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അവന് കിട്ടും പ്രൈസ്. നമ്മൾ താഴെ തട്ടി കിടന്ന് ഈ ചെളിവെള്ളം കുടിച്ച് ഇവിടം വരെ എത്തിയാൽ നമുക്ക് ഒന്നും കിട്ടത്തില്ല. നമുക്ക് കിട്ടുന്നത് കുറച്ച് പേരുദോഷവും കുറച്ച് ആൾക്കാരെ ചീത്ത വിളിയാക്കിയേക്കുന്നത്. കാരണം ഇത് എവനാണ്, ഈ പുള്ളിയാണ് എല്ലാവരുടെയും പറയുന്നത്. ഈ പുള്ളി ഒരു വീട്ടിലും നമ്മളെ പറ്റി നല്ലത് പറയത്തില്ല. നമ്മൾ എങ്ങനെയെങ്കിലും വിരോധപ്പെടുത്താൻ വേണ്ടി ചെയ്യും. എങ്ങനെയെങ്കിലും വിരോധപ്പെടുത്തി അവനിൽ നിന്ന് അകത്തി നിർത്തിയാലേ ആ പുള്ളിക്ക് ലാസ്റ്റ് വീഡിയോ നമ്മളെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ എടുത്ത് കാണിക്കണമല്ലോ. അതിനുവേണ്ടി ലാസ്റ്റ് വീഡിയോ പുള്ളി ഒരു വീഡിയോയിലും നമ്മളെ കാണിക്കാറില്ല. അതുകൊണ്ട് ഈ വീട്ടിലെങ്കിലും, ഈ വീടും എൻ്റെ അടുത്ത് പറഞ്ഞ് വിട്ടേക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ വീട് ഞാൻ ഇവിടുത്തെ ഇത്രയും രൂപ എനിക്ക് തരാനുണ്ട്, ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ കണക്ക് എൻ്റെ ഇരിപ്പുണ്ട്, ഈ കണക്ക് തന്നല്ലാതെ ഞാൻ ഈ വീട് ഞാൻ വിട്ടു തരണമെന്ന് ഞാൻ തീരുമാനിക്കാം. പിന്നെ നമുക്ക് എങ്ങനെയാണെന്ന് ആ രീതിയിൽ തന്നെ ഇടപെടാമെന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു വാശിയുടെ പുറത്ത് മാത്രമാണ് ഈ വീട് ഞാൻ തീർത്തു കൊടുക്കുക. അതുമല്ല ഈ കണ്ണീരിക്കിടുന്ന വീടാണ്, ഈ കൊച്ചിന്റെ വീട് ഇതിനകത്ത് വെള്ളം വരുന്നു. ഞാൻ വന്ന് കാണുമ്പോൾ ചാനലിൽ അത് സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ആ സംപ്രേഷണം ചെയ്ത വീട് ഞാൻ വന്ന് കണ്ട് ശാലു എൻ്റെ അടുത്ത് പറഞ്ഞു, ആ വീട് അന്ന് മുതൽ ഇന്ന് വരെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ 8 മാസത്തോളായി ഈ വീട്ടിനകത്ത് കയറിയിട്ട്. ഈ 8 മാസം കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വരുന്ന വരുമാനമാണ് ഞാൻ ചെയ്യുന്നത്. ഈ യൂട്യൂബിൽ നിന്നും ചാനലിൽ നിന്നും തന്ന 4,03,000 രൂപയാണ് എനിക്ക് മൊത്തം തന്നത്. എൻ്റെ ഫായ കെട്ടുതാലി വരെ പണയം വെച്ചാണ് ഞാനിത് ചെയ്യുന്നത്. ഇവിടെ ചെന്നാൽ അവൻ്റെ ചിരിയുണ്ട്, പല്ലൊക്കെ കിളിച്ചു വെച്ച്. അവന്റെ പഴയ മുഖവും ഈ മുഖവും ഞാൻ ഈ പൊറ്റയിൽ താമസിച്ചെടുത്തതാണ് ഒരാളാണ്. ഞാൻ അവിടെ നിന്നൊക്കെ ഒരുപാട് 10-20 വർഷമായി ഞാൻ അവിടെ നിന്നൊക്കെ മാറി താമസിക്കാൻ തുടങ്ങിയിട്ട്. ഈ അന്ന് ശാലു ഒരു വീട്ടിൽ നിന്ന് വളർന്ന രംഗമൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ല. ഈ ശാലു ഭയങ്കര തറയിൽ നിന്ന് വളർന്ന് അവന്റെ ഇത് ചെയ്ത് അത് ചെയ്യുന്നൊക്കെ പറയണില്ലേ, അതൊക്കെ ചെയ്തൊക്കെ ശാലുവിന്റെ ബിസിനസ് ഇപ്പം ഭയങ്കര ബിസിനസ്സാണ്. നിങ്ങൾക്കൊന്നും അറിയത്തില്ല, അവന്റെ ബിസിനസ് വലുതാണ്. പിന്നെ ശാലു ഇടയ്ക്ക് വെച്ച് പറഞ്ഞായിരുന്നു ഈ വീട്ടിന്റെ കോൺക്രീറ്റിന് അവൻ കൊണ്ടുവന്ന് 3 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊണ്ട് പണയം വെച്ചെന്ന്. ആ ഈഞ്ചൊക്കെ ബൈപ്പാസിൽ കൊണ്ടുവന്ന് സർവീസിനിടുകയാണ് ചെയ്തത്. ഞാനും അവനും കൂടെ പോയി സർവീസിനിടുകയാണ് ചെയ്തത്. എന്നിട്ട് ജനങ്ങളുടെ പറഞ്ഞ് പണയം വെച്ചെന്ന് പറഞ്ഞു. അതിൽ ഒരുപാട് ജനങ്ങളുടെ എൻ്റെ വിളിച്ചവരുള്ളത് ഞാൻ പറഞ്ഞു പണയം വെച്ചില്ല, വണ്ടി കൊണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അത് സഹിതം എൻ്റെ ഉണ്ട്. ഈ മുഖം മൂടി വലിച്ച് കീറി തന്നെ ചെയ്യണം ജനങ്ങൾ. എവന്റെ നടത്തം അറിയണമെങ്കിൽ എവന്റെ കൂടെ നടന്നാൽ പിടി തരൂല. തിരിച്ചൊരു കാർ അവിടെ എടുത്തിട്ട് വേറൊരു കാർ എടുത്തൊരു ക്യാൻസർ രോഗിക്ക് വേണ്ടിയിട്ട് മാത്രം എടുത്തൊരു കാറാണെന്ന്. ഇവൻ ഏതെങ്കിലും ഒരു ക്യാൻസർ രോഗിക്ക് പറഞ്ഞവർക്ക് ദൂരെ നിന്നൊക്കെ പറഞ്ഞ ഒരു ക്യാൻസർ രോഗി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർ കൊണ്ട് അവർക്ക് കൊടുക്കും. കാർ അവരെടുത്തോണ്ട് പോയി അവരെ ചികിത്സ കൈ തിരിച്ചുണ്ടാക്കിയത്. ഒരാൾക്ക് കാറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറയട്ടെ. ഞാൻ ഏകദേശം ഇപ്പൊ അവനായിട്ട് ബന്ധപ്പെട്ടിട്ട് 1 വർഷത്തിൽ കൂടുതലായി. ഈ 1 വർഷം കൊണ്ട് അവന്റെ ആ കാറും ഒരാൾക്ക് കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. ഈ കള്ളൻ കുറച്ച് ബിരിയാണിയും കൊണ്ട് വെച്ചിട്ട് 100 പേരെ ബിരിയാണി ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ച് അവൻ 50,000 ബിരിയാണിയുടെ ഓർഡർ പെടുത്തി കൊടുക്കും. തിരിച്ച് കുറച്ച് പൊക്കി വിടും. ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾ ഇറങ്ങി വന്ന് ചോദിക്കണം. ജനങ്ങൾ ഇറങ്ങി വന്ന് ഇവന്റെ സൈറ്റിലോട്ട് വന്നൊന്ന് കാണണം. ഇവൻ ഇടുന്ന വീഡിയോയ്ക്ക് ആ കിട്ടുന്ന ജനങ്ങളിടുന്ന പൈസ വീട്ടുകാരെ കിട്ടി, വീട്ടുകാർ ഞങ്ങൾക്ക് തന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് മേളില് ഒരു പൈസ ഇവൻ ചെലവാക്കാറുമില്ല. ഇവൻ ചെലവാക്കുന്ന പൈസ എവന്റെ വരുന്ന പൈസ ഇവൻ ഇറക്കാറുമില്ല. എവന്റെ ഒരു 10 ലക്ഷം രൂപയെങ്കിലും വന്നാലേ ഇവൻ 1000 രൂപ പുറത്ത് കൊടുക്കുന്നവനാ ഇവൻ. പിന്നെ ഒരു കാര്യം അവന്റെ സ്വഭാവമുണ്ട്. ഇവന് 50,000 നമ്മളിൽ ഒരുമിച്ച് കിട്ടും, 25,000 എനിക്ക് കൊണ്ട് താഴണമെന്ന് പറയും. അത് അക്കൗണ്ട് ചെയ്തത് എന്റെ കയ്യിൽ തരണമെന്ന് പറയുന്ന ആളാ. എത്ര പേര് വേണമെങ്കിൽ അതിന്റെ രേഖാമൂലം ഞാൻ കാണിച്ചു തരാം. കാരണം ജനങ്ങൾ എൻ്റെ ആവശ്യപ്പെട്ട ഞാൻ രേഖാമൂലം തരാൻ തയ്യാറാണ്. കാരണം 50,000 മേടിച്ചാൽ ഇവന് 25,000 കൊടുക്കാതെ പോയാൽ ഇവൻ അത് പിണക്കുവാ.
അങ്ങനെയുള്ള രീതി വരണ്ട്. ഇവന്റെ അക്കൗണ്ട് ഇടാൻ താമസിക്കില്ല. പക്ഷെ ആ ഐഡിയ എനിക്ക് വന്നിട്ടില്ല എന്താണെന്ന്. ഇവന്റെ അക്കൗണ്ടിൽ ഇടണ്ടെന്ന് പറഞ്ഞതിന്റെ ബുദ്ധിയൊക്കെ പിന്നീടാണ് എനിക്ക് കത്തുന്നത്. അതിനകത്ത് എന്റെ വണ്ടിയുടെ ഫൈനാൻസ് ഇവനെ കൊണ്ട് ഞാൻ ഇടിയിച്ചു. ഇവനെ കൊണ്ട് ഇടിയിച്ചിട്ട് എന്റെ അക്കൗണ്ടിലോട്ട് ഇടിയിച്ചിട്ട് ഞാൻ ആ ക്യാഷ് കൊണ്ട് കൊടുക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അപ്പോൾ ഞാൻ വഞ്ചിക്കപ്പെടേണ്ടി ചെയ്തത്. ഈ 25,000 രൂപ എന്റെ വണ്ടിയുടെ ഫൈനാൻസ് എന്റെ അക്കൗണ്ടിലോട്ട് എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പൈസ തന്നിട്ട് രാവിലെ ഞാൻ വേറെ അടുത്ത് പൈസ മേടിച്ചിട്ട് വീട്ടിൽ ചെന്നപ്പോ എന്റെ അടുത്ത് അണ്ണാ എന്റെ അക്കൗണ്ടിലിടണ്ടോ, എനിക്ക് ഇനി കൈ തന്നാ മതി എന്ന്. അപ്പോഴാണ് മനസ്സിലായത് പുള്ളിയുടെ കപട നാട്യം. കാരണം പുള്ളി ഭയങ്കര കള്ളം പഠിച്ചവനാണ്. കാരണം ഒറിജിനലി ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 25,000 രൂപയാണ് എന്റെ അക്കൗണ്ടിൽ ഇട്ടാൽ മതി. എനിക്കുള്ള സ്റ്റേറ്റ്മെന്റാ ഇതാ. എന്റെ കറക്റ്റ് നെറ്റായിട്ട് 7 മാസത്തെ സ്റ്റേറ്റ്മെന്റാ ഇത്. എനിക്ക് മൊത്തം 116 പേജ് വരും ഒരു വർഷത്തെ സെറ്റിൽമെന്റ് പേജ് വരുമ്പോൾ. ഇതിനകത്ത് ഒരു വർഷം അപ്പൊ ഞാൻ അക്കൗണ്ടിലല്ലേ ക്യാഷ് വരുത്തുന്നത്. എന്റെ 10 രൂപ എനിക്ക് കള്ളപ്പണം എൻ്റെ കയ്യിലില്ല. എന്റെ എല്ലാ കണക്കുകൾ വെച്ചുള്ള കണക്കേ ഉള്ളൂ. ഞാൻ അന്നോടന്നോട് എന്റെ ഒരു ശമ്പളം, ഞാൻ ജോലി ചെയ്ത് അധ്വാനിച്ച് കൊണ്ടുപോകുന്ന ശമ്പളമേ ഉള്ളൂ. ഈ കമ്പനി എന്ന് പറഞ്ഞ സാധനം നടത്തിക്കൊണ്ട് പോകണ എന്താണ് ബുദ്ധിമുട്ടെന്ന് ഇത് കൊണ്ടുപോകണേ അറിയത്തുള്ളൂ. അതിന്റെ ബുദ്ധിമുട്ട് സാഹചര്യങ്ങൾ മനസ്സിലാക്കും. പല സൈറ്റുകളിലും എൻ്റെ അടുത്ത് പറയും 1 ലക്ഷം രൂപ മേടിച്ചോണ, 25,000 മേടിച്ചോണ, 50 രൂപ മേടിച്ചാൽ ഈ ഫസ്റ്റ് എമൗണ്ട് എങ്ങനെ ആയിരുന്നാലും 3 ലക്ഷം രൂപയ്ക്കകത്ത് വരും. ഈ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാ ജനങ്ങളെല്ലാം ഇടുന്ന ഒരു 3 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ എന്താണെന്ന് 1 ലക്ഷം രൂപ മേടിക്കാൻ പറയും. മിക്കവാറുള്ള പൈസ മേടിക്കാൻ പറയുമ്പോഴും ഈ പൈസ ഞാൻ 1 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ തരുമ്പോഴും പുള്ളി അക്കൗണ്ടിൽ ഇടുന്ന എന്റെ കയ്യിൽ തരണം. എനിക്ക് ഞാൻ അയച്ചു തന്ന പൈസ ഞാനത് അയച്ചു തന്നോളാം, എനിക്ക് അത്യാവശ്യ കാര്യമുണ്ടെന്ന് എന്റെ കയ്യിൽ നിന്ന് തന്നെ പുള്ളി മേടിക്കാറുണ്ട് പല കാര്യത്തിനും പലപ്പോഴായിട്ട്. പക്ഷെ എന്നിട്ടും ആ പുള്ളിനെ നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്തത്. അവിടെയും വിശ്വസിക്കുകയാണ് ചെയ്തത്. എതിര് പുള്ളി തന്നിട്ടുള്ളത് എങ്ങനെയാണ് തന്നിട്ടുള്ളത്? 5,000 രൂപ അവിടെ സൈറ്റിൽ സിമെന്റ് മേടിക്കും, അപ്പുറത്തെ ഒരു 15,000 സിമെന്റ് മേടിച്ച് ഈ എല്ലാ സൈറ്റിലും 5,000 15,000 സിമെന്റ് മേടിച്ചിട്ട് ഒരു കിറ്റ് തന്നെ മേടിക്കാൻ തരണം 1000 രൂപ. ഞാൻ മേടിച്ചിട്ടുള്ള 2,000 3,000 കിറ്റ് മേടിച്ചിട്ട് ഈ പുള്ളി തരുന്ന 1000 രൂപ എന്റെ അക്കൗണ്ട് നമ്പർ എടുത്ത് കാണിക്കുന്നുണ്ട്. എന്റെ അക്കൗണ്ട് നമ്പർ വലിയ ഒരു കാണിക്കുന്നുണ്ട്, എടുത്ത് കാണിച്ചു തരണം. പിന്നെ എനിക്ക് പുള്ളി മൊത്തത്തിൽ തന്നത് 4,12,800 രൂപ എനിക്ക് പുള്ളി മൊത്തത്തിൽ തന്നിട്ടുള്ളത്. ഞാൻ പുള്ളിയുടെ ഒരു അനിയന്റെ വീട് അതിനകത്ത് വീടിക്കകത്ത് കാണും. ഞാൻ ഒരു ദിവസം കൊണ്ട് ടിന്നിൽ മട്ടാക്കിയത്. അതിന്റെ സെൻട്രിങ് വർക്ക്, തട്ട് വർക്ക്, കെട്ട് എല്ലാം കൂടെ ചേർത്ത് അതിന് തന്നെ ഒരു amount ആയി. അതിന്റെ എല്ലാ ഡീറ്റെയിൽ എൻ്റെ ഉണ്ട്. പിന്നെ രണ്ടാമത്തത് പുള്ളിയുടെ വീടിന്റെ സ്റ്റെയറിന്റെ വർക്ക്, പുള്ളിയുടെ വീടിന്റെ കട്ടള, ജന്നൽ, വാതിൽ ഞാനാണ് കൊണ്ടു കൊടുത്തത്. ഞാൻ ഇവിടത്തെ സൈറ്റിലേക്ക് വന്ന സാധനം ഞാൻ അവിടെ സൈറ്റിൽ ഇറക്കി കൊടുക്കുകയാണ് ചെയ്തത്. പുള്ളിയുടെ വീട്ടിലേക്കുള്ള ജന്നല്, കട്ടള, വാതിൽ സഹിതം ഞാനാണ് കൊണ്ടു കൊടുത്തത്. തിരിച്ച് രണ്ടാമത്തെ പുള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന അനിയന്റെ വീടിന്റെ ചുറ്റും മതില്, സൈഡിലെ കോൺക്രീറ്റ് എല്ലാം എന്റെ ലേബേഴ്സ് ഉൾപ്പെടെയാണ്. എന്റെ വീഡിയോ ഉണ്ട്, അവന്റെ വീഡിയോ കാണത്തില്ല, അതിന്റെ ആ തൊട്ടടുത്തുള്ള വീഡിയോ കാണത്തില്ല, എന്റെ ഒരു വീഡിയോ ഉണ്ട്. ആ മൊത്തം വർക്ക് ഞാനാണ് ചെയ്തത്. പുള്ളി 4 ലക്ഷത്തി, അതായത് ഈ 5 വർക്കിലേക്ക് കൂടെ പുള്ളി ചെലവാക്കിയത് 1,14,000 രൂപയ്ക്കകത്താണ്. ഈ 5 വർക്കിലേക്ക് ഈ 1,14,000 പുള്ളി അക്കൗണ്ടിലുള്ളതാ, എനിക്ക് തന്ന അക്കൗണ്ടിലുള്ള. ഈ അക്കൗണ്ടിലുള്ളത് എന്റെ കയ്യിൽ നിന്ന് മേടിച്ചത് ഏകദേശം എന്റെ കയ്യിൽ നിന്ന് 75,000 രൂപയ്ക്കകത്ത് പുള്ളി മേടിച്ചിട്ടുണ്ട് ഈ അക്കൗണ്ടിൽ. ഈ കർണ ഈ 1 ലക്ഷം സംതിങ്ങിനുള്ള അകത്തുനിന്ന് എനിക്ക് മേടിച്ചിട്ടുള്ള പുള്ളി എന്റെ 5 ലക്ഷം രൂപ നിനക്ക് തന്നിട്ടുണ്ട്, 10 ലക്ഷം തന്നിട്ടുണ്ട്. പുള്ളിയുടെ അക്കൗണ്ട് ഇതാണ് എന്റെ പറഞ്ഞത്. 5 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. എന്റെ മക്കള് തിന്നേണ്ട പൈസ അല്ലാണ് ഇത് ജനങ്ങൾക്ക് എന്തിനാ കൊടുക്കണേന്ന്. ഈ പുള്ളിയുടെ കയ്യിലിരിക്കണ വെറും നാടകമാണ്. കാരണം ആ മുഖം മൂടി അഴിച്ചു വെച്ചിട്ട് നേരെ ഇറങ്ങി നടക്കാൻ പറയും. പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ട്രസ്റ്റ് രൂപീകരിക്കത്തില്ല, ഒന്നും രൂപീകരിക്കത്തില്ല. പുള്ളി ആ ട്രസ്റ്റ് രൂപീകരിച്ച് എങ്ങനെയെന്ന് കാണിച്ചു തരും. ഞാൻ അതിനകത്ത് ഇട്ടിരിക്കാം. കാരണം ആ ട്രസ്റ്റ് എങ്ങനെ രൂപീകരിച്ചു, പുള്ളിക്ക് ട്രസ്റ്റായി എല്ലായി. പുള്ളി വിചാരിക്കുന്നത് എന്തോ ആണെന്നാണ്. ആദ്യം പറയും ഒന്നും വേണ്ടെന്ന് പറയും. ഇതിന് വേണ്ടിയാണ് നിൽക്കുന്നത്. പണം, മനുഷ്യന്റെ ജനങ്ങളെ പൈസ എങ്ങനെ ഊറ്റാന്നാണ് പുള്ളി ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും മനസ്സിന് ഒരു ഉണർവുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഇറങ്ങിപ്പോയി സഹായിക്കും. അല്ലാതെ ഈ ഷാരിപ്പേയാട് എന്ന് പറഞ്ഞ വ്യക്തി സഹായിക്കുമോ നിങ്ങൾ ചെയ്യേണ്ട. ഷാരിപ്പേയാട് എന്ന് പറഞ്ഞ വ്യക്തി ചെയ്യുന്നത് അവന്റെ സ്വയം കാര്യത്തിന് വേണ്ടി മാത്രമാണ്. അവൻ ചെയ്യും. 1000 രൂപ അവന് കിട്ടുമ്പോൾ 10 രൂപ വെളിയിൽ കൊടുക്കും. ഇല്ലെന്നൊന്നും ഞാൻ പറയണില്ല. ഷാലു എന്ന് പറഞ്ഞ വ്യക്തിയുടെ കയ്യിൽ പൈസ പറഞ്ഞാൽ ലക്ഷങ്ങളാ. പക്ഷെ അവൻ പുറത്ത് കൊടുക്കുന്നത് വെറും തുച്ഛമായ പൈസ. എങ്കിൽ ഈ വീടൊക്കെ എന്നെ തീർന്നു പോകും. ഇവിടെ തീർന്നു പോകാതെ കിടക്കണ എന്താ? ഈ ഷാലു എന്ന് പറഞ്ഞ വ്യക്തി നമ്മളെ തന്ന ഇത്ര രൂപയെ തന്നിട്ടുള്ളൂ. എന്റെ ജോലിക്കാർക്ക് ഓരോരുത്തരും കൊടുക്കാണ്ട് എന്നെ കൊണ്ട് ഷാലു ബായി എന്ന് പറഞ്ഞ പായി പറയിച്ചതാ. അത് ആദ്യം മനസ്സിലാക്കുക. ഈ വീടുകളൊക്കെ തീർന്നു പോകാൻ കിടക്കണത് ഇതിലാണ്. ഈ ഷാലു എപ്പോഴും വിളിച്ചിട്ട് ഓരോ വീട്ടു ഓണർമാരെ എരികേറ്റും. പക്ഷെ ഇനിയെങ്കിലും അവന്റെ ആ പഴയ നാക്ക് വെച്ചിട്ട് മര്യാദക്കിരുന്ന അവന് കൊള്ളാം. അവൻ ഇനി ഇതിന്റെ പിറകിൽ എന്തിനു വന്നാലും ശരി തന്നെ ഞാൻ നിൽക്കാൻ തയ്യാറാണ്, പൊരുതാൻ തയ്യാറാണ്. ഇവൻ ഏതെങ്കിലും ഒരു വീട്ടിന്റെ പണി, അതായത് എല്ലാ വീട്ടിന്റെ പണി, എന്റെ കയ്യിലുള്ള എല്ലാ തെളിവ് കംപ്ലീറ്റ് അവന്റെ സഹിതമുണ്ട്. എന്റെ കയ്യിൽ തെളിവുണ്ട്. എന്റെ ജോലിക്കാരൊന്നും പണം കൊടുത്ത് വന്ന ജോലിക്കാരല്ല. എന്റെ കൂടെ എന്റെ സ്നേഹത്തിനും സിമ്പതിക്കും 10-14 വർഷം കൊണ്ട് എന്റെ കൂടെ നിൽക്കുന്ന ജോലിക്കാരാ. എന്റെ ജോലിക്കാർക്ക് ഓപ്പണായിട്ട് പറയും,
എന്റെ കൂടെ നിൽക്കുന്ന വീട്ടുകാർ, ഇവന്റെ വീട്ടുകാർ അഥവാ എന്നെ പറ്റി എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ പോയി ആ വീട്ടിൽ ചെന്ന് സന്ദർശിച്ച് നോക്കണം. ആ വീട്ടിന്റെ ഏതെങ്കിലും ഒരു പണി തീർന്നിട്ടുണ്ട്, സുഭാഷ് ചെയ്ത പണി എങ്ങനെ, അവൻ ചെയ്യുന്ന പണി എങ്ങനെയാണ്. അതായത് ഒരു ജനങ്ങളും നമ്മളെ പറ്റി കുറ്റം പറയാം. പിന്നെ അവൻ എന്തെന്ന് വന്നാലും ഞാൻ റെഡിയാ. കാരണം എന്റെ മൊത്തം തെളിവ് സഹിതം ഇനിയുണ്ട് 1000 കോപ്പി ഇനിയുണ്ട്. ഇവന്റെ തെളിവ് സഹിതം എന്റെ ഇരിപ്പുണ്ട്, എന്റെ റെക്കോർഡ് സഹിതം ഇവന്റെ കയ്യിൽ ഇവന്റെ എന്റെ ഇരിപ്പുണ്ട്. അപ്പൊ ഇവൻ വിചാരിക്കണമെന്ന് പറഞ്ഞാൽ ഇവന് മാത്രമേ ബുദ്ധിയുള്ളൂ, ഒന്നുമില്ല. ഞാൻ ഈ വീടും കൂടെ ഞാൻ ചെയ്യുന്നുള്ളൂ. ഈ ഫ്രീ പരിപാടി ഞാൻ നിർത്തി. കാരണം എനിക്ക് ഫ്രീ പരിപാടി ചെയ്ത് എനിക്കൊരു 13 ലക്ഷം രൂപ എന്റെ കടമാണ്. ഞാൻ നമിച്ച്. കാരണം എന്ന് പറഞ്ഞാൽ ഇവനെ കൊണ്ട് എനിക്ക് ഇത്രയൊക്കെ ഉണ്ടാക്കാൻ ഒത്തല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം മൊത്തത്തിൽ എനിക്ക് 13 ലക്ഷം രൂപ കടക്കാരന്റെ കീഴില്ല. ഈ ശാലു പറഞ്ഞ 10 ലക്ഷം രൂപ കടം, 13 ലക്ഷം, 1 രൂപയുടെ കട ശാലുവിനില്ലെന്ന് 100% എനിക്ക് ഉറപ്പാണ്. അവനെ കണക്ക് ശുദ്ധ കള്ള പോക്കർത്തനമുള്ളവൻ ലോകത്താരുമില്ല. അവന് 1 രൂപയുടെ കടവുമില്ല, അവന് കടയില്ലെന്ന് 100% ഞാൻ എവിടെ വേണം വിളിച്ചു തരാൻ തയ്യാറാണ്. എന്റെ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് എന്റെ ഇരിപ്പുണ്ട്. അത് എന്ത് തെളിവ് വേണോ ഞാൻ കാണിക്കാൻ തയ്യാറാണ്. ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അത് ഞാൻ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. കാരണം നെക്സ്റ്റ് വീഡിയോ ഇറക്കണേൽ ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങളും ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടെ ഞാൻ വിടുന്നതാണ്. ഇത് വലിയ വീടൊന്നുമല്ല, പിന്നെ കാണാൻ ഒരു ഭയങ്കര സെറ്റപ്പിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് കാണാനും മേക്ക് കാണാനൊക്കെ നല്ല സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഡോറ് ഇതൊക്കെ ഞാൻ എന്റെ ഇതിൽ ചെയ്തിരിക്കുന്നതാണ്. കാരണം തടിയുടെ ഡോറാണ്, കണ്ടല്ലോ. നമ്മള് ഈ ഉടായ്പ പണിയൊന്നുമില്ല. പുള്ളി എല്ലാ കോൺട്രാക്ടർമാരെയും വിളിച്ച് പുള്ളി പറയാറുണ്ട് ഉടായ്പ പണി. ഇതിൽ ഏതാണ്? ഇത് പ്ലാവിന്റെ ഡോറാ, പ്ലാവിന്റെ ഡോറാ. ഇതൊന്നും അടഞ്ഞാൽ അവിടെ നിൽക്കും. ഇത് ഡോറ് പ്ലാവിന്റെയാ. ഒരു ശകലമെങ്കിലും വെള്ളമില്ല. ഇതിൽ 2 ബെഡ്റൂം, ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂം. ഇത് ഈ വീട് ആദ്യം വാർത്തിട്ട് ഒരു പഞ്ചായത്തിന്റെ കെട്ടർ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂമിന്റെ ക്ലോസറ്റ് പോലും വച്ചിട്ടില്ല. ശാലു പറഞ്ഞ പണി തീർന്നു പറഞ്ഞ വീടാണ്. കുഴിയില്ല, ബാത്റൂമിന്റെ കുഴിയില്ലാതെയാണ് പറയുന്നത്. ഷവർ എല്ലാം ഞാനാണ് വെച്ചിട്ടുള്ളത്. ഷവർ എല്ലാം വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എപ്പോക്സി ടൈലാ ചെയ്തിരിക്കുന്നത്. ഈ പറയുന്നത് എല്ലാം തള്ളി മറിക്കുന്നത് ഞാൻ അത് ചെയ്ത് ഇത് ചെയ്യുന്ന, പക്ഷെ ഇത് ചെയ്യുന്ന അവസ്ഥയിലൊക്കെ നമ്മൾ മേശന്മാരെ ഈ വർക്കേഴ്സാണ് ചെയ്യുന്നത്. ഈ കിച്ചനകത്തോട്ട് നോക്കൂ. ഈ കിച്ചനകത്ത് പണി തീർന്ന വീട്ടിനകത്ത് ഒരു അടുപ്പ് വെച്ചിട്ടില്ല. ഈ പുള്ളി പറഞ്ഞത് പണി തീർന്ന് ഇതെവിടെ ഈ പണി തീർന്നത്? ഇതിനകത്ത് പണി തീർന്നു പറയണം. എവിടെ പണി തീർന്നു? ഇതും പ്ലാവിന്റെ ഡോറാ നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതും പ്ലാവിന്റെ ഡോറാ, കണ്ടല്ല. ഇത് പ്ലാവിന്റെ ഡോറാ ഇട്ടിരിക്കുന്നത്. ഇതിലൊന്നും നമ്മള് പുള്ളിയെ കണക്ക് 1500 ഡോറല്ല. ഇത് പ്ലാവാ ചെയ്തിരിക്കണം. പ്ലാവ് ഇതാ നോക്കി, 1.25 ഇഞ്ച് കനമുള്ള പ്ലാവിന്റെ ഡോറാ. 1.25 ഇഞ്ച്. ഈ പുള്ളി വേറെ വീടുകളിൽ ഇട്ടിരിക്കുന്ന ഡോർ പോയി നോക്കണം. 1600 രൂപയ്ക്കുള്ള ഡോറാണ് ഇട്ടിരിക്കുന്നത്. എല്ലായിടത്തും പോയി നോക്കിയിട്ട് വരണം. വന്നാലേ ഞാൻ വെള്ളം നനഞ്ഞാൽ പൂത്തു പോകും ആ ഡോറൊക്കെ. ഇതൊക്കെ വെള്ളം നനഞ്ഞാൽ പോലെ പണ്ടത്തെ തടി അവിടെ തന്നെ കിടക്കും. ഇതാ ഗ്രാനൈറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ നമ്മളെ പൈസയിലായിട്ട് വെച്ചിരിക്കണം ഗ്രാനൈറ്റ്. പുള്ളി പറയാറുണ്ട് ഞാൻ അത് ചെയ്തു ഇത് ചെയ്യുന്നു. പുള്ളി പറഞ്ഞ ഈ വീട്ടിനകത്ത് ചാന്തടിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്, ചാന്തിട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ എന്റെ ഇതുകൊണ്ട് എന്റെ കപ്പാസിറ്റി അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. തറ വരെ എപ്പോക്സിയാണ് ഞാൻ ചെയ്തിട്ടില്ല, പണി പൂർത്തിയായിട്ടില്ല. ഞാൻ എപ്പോക്സി ചെയ്യാൻ വേണ്ടി വരച്ചിട്ടിരിക്കുന്ന വീടാണ്. ഈ വിഷ്ണു എന്ന് പറഞ്ഞ ശാലുവിന്റെ ഒരു ജോലിക്കാരനല്ല, ശാലു വീട് ചെയ്തു കൊടുത്തിരിക്കണവനാണ്. ഇപ്പൊ ശാലു അവന് വേണ്ടി ഒരു വീട് ചെയ്യുന്നുണ്ട്. ഈ വിഷ്ണു എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി. ഈ ശാലു ആ പുള്ളിക്ക് ഈ വിഷ്ണു എന്ന് പറഞ്ഞ അപ്പൊ 2 പേരെ ഇപ്പം പുള്ളി അങ്ങ് എടുത്തിരിക്കുക. ഈ രാഹുൽ എന്ന് പറഞ്ഞ പുള്ളിക്ക് വസ്തു മേടിച്ചു കൊടുത്ത് ഈ വിഷ്ണു എന്ന് പറഞ്ഞ ഈ പറയുന്ന വിഷ്ണുവിന് ഒരു വീടും വെച്ചു കൊടുത്തിട്ടുണ്ട്. ഈ 2 പേരും ഇപ്പൊ പുള്ളിനെ പറ്റി ഒന്നും പറയാനില്ല. ഇപ്പോഴത്തെ കോൺട്രാക്ടർമാർ അവർ 2 പേരാ. ഇപ്പോൾ ഉള്ള വീട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, തുച്ഛമായ വീടേ ചെയ്യുന്നുള്ളൂ. 35 വീടൊന്നും ചെയ്തിട്ടില്ല. ഈ ബിൽഡിങ്ങിന് ഡോറൊക്കെ ആയെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഡോർ ആയിട്ടില്ല. ഡോർ ഇനി ഞാൻ ഇട്ടിട്ടില്ല. ഇതിനകത്ത് ബാക്കിയുള്ള ഡോറെല്ലാം ഇട്ടിട്ടില്ല. ഇതിന്റെ ഡോർ ആയിട്ടില്ല. ഇതാണ് പുള്ളി ചാനലിൽ കയറി പറഞ്ഞ് തള്ളി മറിച്ചത്. മാർബിളാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഗ്രാനൈറ്റ് ആയിട്ടിരിക്കുന്നത്. ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ഗാലക്സി ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ ഈ കാണുന്നതാണ് ഞാൻ രണ്ടാമത്തെ ചെയ്ത സിറ്റ് ഔട്ടൊക്കെ ഞാൻ രണ്ടാമത്തെ ചെയ്തെടുത്തതാണ്. പുള്ളി പറഞ്ഞ് നമ്മളെ ഈ ഒരു സർക്കാരിന്റെ കെട്ടിടമാണ്, ഇതിനകത്താണ് നിന്ന കെട്ടിടം. ഈ കെട്ടിടം പോയിട്ട് ഞാൻ പുറത്തോട്ട് തള്ളിയെടുത്തത്. ഈ ടവർ റൂമും ഇത് മാത്രമേ ഇതിനകത്ത് പുതിയതായിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ കംപ്ലീറ്റ് വർക്കുകളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് മൊത്തം വെള്ളം ഇറങ്ങി കിടന്ന ബിൽഡിംഗ് ആണ്. എല്ലാം ഞാൻ ചെയ്തെടുത്തതാണ്. ഈ കാണുന്ന ഒരു ജനൽ പാളി പോലും ഫിറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ട് പറയുന്ന വീട് മൊത്തം പൂർത്തിയായി എന്നാ പുള്ളി പറഞ്ഞത്. എവിടെ പൂർത്തിയായി? എന്നിട്ട് പുള്ളി ഇവിടെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടുത്തെ ഈ ഓണറിനെ വിളിക്കാറുണ്ടായിരിക്കും, എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നെ വിളിക്കാറില്ല പുള്ളി. എന്തായെന്ന് പോലും ചോദിക്കാറില്ല. പുള്ളിക്ക് എങ്ങനെയെങ്കിലും ഒരു വീഡിയോ ചെയ്യുക, പുള്ളി അയപ്പ് മേടിക്കുക, പോവുക. പക്ഷെ ഇതിനകത്തുള്ള വർക്ക് ഇത്രേ നടന്നിട്ടുള്ളൂ. പക്ഷെ എന്തായിരുന്നാലും ഈ വീടിന് എന്ത് ചെയ്താലും ശരി തന്നെ ഞങ്ങൾ 1 മാസത്തിനകത്ത് പാലുകാച്ചിന് കൊടുക്കും. ഇത്രയും വർക്ക് കിടന്നാലും ഇനി എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഈ വീട് പാലുകാച്ചിന് ഞങ്ങൾ 1 മാസത്തിനകത്ത് കൊടുക്കും. ഇത്രയും വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി വിശ്വാസമായി കാണില്ല. പക്ഷെ ഞാൻ എപ്പോഴും കൂടെ ഈ കിണർ എന്നെ നോക്കണം. ഈ കിണർ
ഞാൻ ഈ കിണർ വന്ന് നോക്കുമ്പോൾ ഇത് മൊത്തം ഇടിഞ്ഞ് താഴ്ന്ന കിണറായി പോയി. ഞങ്ങളുടെ ഇതുവഴി ലോഡും കൊണ്ട് പോകുമ്പോൾ ഇതുവഴി ചുമ്മിക്കൊണ്ട് വരുമ്പോൾ ഇവിടെ ഇടിഞ്ഞ് താഴ്ന്നു പോയിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ഈ കിണറും കൂടെ ഒന്ന് എങ്ങനെയെങ്കിലും പണിഞ്ഞു കൊടുക്കണമെന്ന് വെച്ച്. പക്ഷെ അപ്പോൾ കൂടെ ഞാൻ ഈ കിണർ പണിയാൻ ഇറങ്ങി ഞാൻ ചെറിയ രീതിയിലൊരു സിമ്പിളിനായിട്ട് ഡിസൈൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ പിന്നെ ചെയ്തു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു കൊട്ട തന്നെ ആയിക്കോട്ടെ. എന്തായിരുന്നാലും ഒരു കൊച്ചിന്റെ കണ്ണുനീരല്ലേ നമ്മൾ കാണുന്നത്. എന്തായിരുന്നാലും ചെയ്യുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചെയ്തിറങ്ങി പോകില്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവണം. ഇതൊക്കെ വർക്കാണ്, നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന വർക്കുകളാണ്. ഇത് കൈകൊണ്ട് ചെയ്തിരിക്കുന്ന വർക്കാണ്. ഇത് ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിറങ്ങി പോണ ആളല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പണിയെങ്കിലും കണ്ട് മനസ്സിലാക്കണം ആരാണെന്നല്ല. ഇവിടുത്തെ ആദ്യത്തെ കിണറിന്റെ അവസ്ഥ ഇടിഞ്ഞു പോയി. ഇത്രയും ഭാഗം ഞങ്ങളതിനെ ഒരു കട്ട കെട്ടി അവിടുത്തെ ഒരു സ്ലാബ്, അതാണ് ഇത് സ്ലാബ് അടിച്ചിരിക്കുക. ഈ സ്ലാബ് അടിച്ച് ഇവിടെ നിന്ന് ഞങ്ങൾ കട്ട കെട്ടി കയറി വന്ന് ഇവിടെ ഒരു സ്ലാബ് അടിച്ചാണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ അവസ്ഥ വരെ വന്നിട്ട് പോലും ഞങ്ങൾ വിട്ടെറിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി പോയിട്ടില്ല. അപ്പോഴും കൂടെ ഈ വർക്ക് തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇരിക്കണം. ഇനി നാളെ ഇനി എന്താവുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഇന്ന് വരെ ഈ ഫീൽഡ് ഇത് നല്ല രീതിയിൽ ചെയ്തു പോകുന്നുണ്ട്. നമ്മളെ കയ്യിൽ ഒക്കുന്നത് നമ്മൾ കൊണ്ടുവന്ന് ചെയ്യുന്നുണ്ട്. നാളെ ഇനി എന്താവുമെന്ന്, ഇനി ഇതിന് മേലെ ഇനി കടക്കുമ്പോൾ ഇനി അടുത്ത് എന്താവും എന്നുള്ള ജനങ്ങൾ തന്നെ ഇതിനകത്ത് തീരുമാനം പറഞ്ഞു. കാരണം എന്തായിരുന്നാലും കുശുമ്പും കുന്നായ്മ ഉള്ളവരേ ഉള്ളൂ ലോകത്ത്. അതുകൊണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കണം, ആരാണ് നല്ലവൻ ആരാണ് അഴുക്ക. ഇത് വന്ന് ഇതൊന്ന് നോക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് നോക്കുക. വന്ന് നോക്കിയാലേ ഇതിനെപ്പറ്റി അറിയാക്കുള്ളൂ. 100 രൂപ നിങ്ങൾ ഇടുന്നതിലല്ല വലുത്. 100 രൂപ നിങ്ങൾ ഇടുമ്പോൾ 10 പേരിടുമ്പോൾ എത്ര രൂപ? 1000 രൂപ. അതേ കണക്ക് തന്നെയാണ് ഈ വർക്കുകൾ. ഈ 1000 രൂപ അർഹതപ്പെട്ടവന്റെ കയ്യിൽ കിട്ടണം. അർഹതപ്പെട്ടവന്റെ കയ്യിൽ ഇട്ട് വേണം ഇത് ചെലവാക്കാൻ. അർഹതപ്പെടാത്തവന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു ഗുണവുമില്ല. ഈ ശാലു വിചാരിക്കും ഇത് 1000 രൂപയുടെ കൊട്ടയാണെന്ന്. കൊട്ടവർക്ക് ഇത് 1000 രൂപയ്ക്കുള്ള കൊട്ടയാണ് ഞങ്ങൾ ചെയ്യണമെന്നായിരിക്കും. അതായത് ഞാൻ ചെങ്ങന്നൂരാണ് എൻ്റെ ഇപ്പം താമസം. അതുകൊണ്ട് കുറച്ച് ചെങ്ങന്നൂർ ലാംഗ്വേജ് ഇവിടെ കയറി വരും. അതാണ് കൊട്ടയെന്നൊക്കെ പറയുന്നത്. ഇത് ഇവിടെ പറയുന്ന കുട്ടയാണെങ്കിൽ അവിടെ കൊട്ടയെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ലാംഗ്വേജും കൂടെ ഇതിനകത്തുള്ളതിനെ കൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം ഇതിനകത്ത് ഉള്ള ഈ വർക്ക്, ഈ ഒരു നിസ്സാര ഈ ഒരു വർക്കിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയാണ് ഈ ഒരു കുട്ട ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ ഇത് സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. ഇത് പുറത്തു പോയി ഒരു പാർട്ടി ഒരു ചെയ്യണ ഒരു 75 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ മേടിക്കാറുണ്ട്. ഞങ്ങളിത് ചെയ്യുന്ന ഞാൻ ഇരുന്ന് ചെയ്യുന്ന വർക്കായത്. ഇത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, എൻ്റെ വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഇരുന്ന് എൻ്റെ കൈ കൊണ്ട് നമ്മൾ ചെയ്യുന്ന പണിയാണ്. ഞങ്ങളെ സുഹൃത്തുക്കളും കൂടെ ചെയ്യുന്ന പണിയാണ്. ഇത് ആർക്കും അധികം പൈസ കൊടുത്ത് ചെയ്യുന്നതല്ല, തുച്ഛമായ ശമ്പളങ്ങൾ വെച്ച് ചെയ്യുന്ന വർക്കായത്. ഇത്രയും എനിക്കുള്ള ഞാൻ 8 മാസം ഈ പുള്ളിയുടെ ഞാൻ 1 വർഷം അടുപ്പിച്ച ഈ 1 വർഷം കൊണ്ടുള്ള തെളിവായതില്ല. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ ഈ കവറിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇത്രയും സാഹചര്യങ്ങളുണ്ട്. ഞാൻ ഒരു ദിവസം പോലും എൻ്റെ വർക്ക് ഞാൻ രാവിലെ തൊട്ട് എത്ര മണി വരെ വർക്ക് ചെയ്താലും എൻ്റെ കാര്യങ്ങളെല്ലാം പക്ക ക്ലിയർ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തു വെച്ചു.